സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് മോതിരം ഇട്ടോളൂ. ഇനി ഇത് കയ്യിൽ നിന്ന് ആര് ചോദിച്ചാലും ഊരിയേക്കരുത്. ചേച്ചി, മൂത്ത മരുമകൾക്ക് ഇടാൻ വേണ്ടി ചേച്ചി ഇതുപോലെ ഒരു മോതിരം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ? അതൊന്ന് കാണിക്കാമോ? പിന്നെന്താ ജയന്തി ആന്റി, എന്റെ മുറിയിൽ പോയി ഷെൽഫിൽ രണ്ടാമത്തെ തട്ടിൽ ഒരു ജ്വൽ ബോക്സ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് മോതിരം എടുത്തുകൊണ്ട് വരൂ. ശരി ആന്റി. ഇത് മാഡം വാങ്ങിയ മോതിരമാണെന്നല്ലേ വല്യു എന്നോട് പറഞ്ഞത്? ഈശ്വര, കുഴപ്പമാവോ? ഇതാന്റി. നോക്ക്, ഇതാണ് ആനന്ദ് ഗംഗയുടെ കയ്യിലിടാൻ വച്ചിരിക്കുന്ന വിവാഹമോതിരം. ഇതധികം വൈകാതെ ആനന്ദ് നിന്റെ വിരലിൽ അണിയിച്ചിരിക്കും. ഇങ്ങത്താ ഇങ്ങെടുക്ക്. അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. ശരി. കല്യാണി, വാ പോവാ. ജയന്തി, ആന്റി, ഇത് ആ ഷെൽഫിൽ കൊണ്ടുപോയി. ആ ശരി. പോ. ഹലോ, നിങ്ങൾ ഏത് ജ്വല്ലറിയിലാ? തൃച്ചംബര ഇന്നൊരു പ്രണയതീരം പോലെ വിജനമായി കിടക്കുന്നു. എന്റെ പ്രണയാഭ്യർത്ഥന കേൾക്കാൻ കാതോർത്തിരിക്കുന്ന സ്റ്റെല്ല. സുബ്രു, ഇതിലും നല്ലൊരവസരം നിനക്ക് കിട്ടാനില്ല. വിഘ്നേശ്വര, നിനക്ക് 100 നാളികേരം ഞാൻ അടിച്ചേക്കാവേ. എല്ലാം ശുഭമാക്കി തരണമേ. സ്റ്റെല്ലേ, ആനന്ദില്ലേ? സാർ മുകളിലോട്ട് പോയി. ഒരു തടസ്സങ്ങളുമില്ല, സ്വസ്ഥം. മീല് ചെക്ക് ചെയ്യണോ? അല്ല, പച്ചക്കറി അറിയോ? കോമഡി കോമഡി. എനിക്ക് കോമഡി പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാ. കൽപ്പന, ബിന്ദു പണിക്കർ, ഇവരുടെയൊക്കെ ഫാനായിരുന്നു ഞാൻ. അല്ല സ്റ്റെല്ലയ്ക്ക് ഏത് നടനെ ഇഷ്ടം? എനിക്കങ്ങനെ ആരെ ഇഷ്ടമല്ല. ഞാനും അതെ. ഈ സിനിമയൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഒരു സത്യം പറയട്ടെ സ്റ്റെല്ലേ, നീ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമ്പോ രവിവർമ്മ വരച്ച ചിത്രത്തിൽ പാഞ്ചാലിയും താറാവും ഇരിക്കുന്ന പോലെയുണ്ട്. അത്
പാഞ്ചാലിയും താറാവൊന്നും അല്ല, ദമയന്തിയും ഹംസവാ. കഷ്ടം. ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ വേണം? എനിക്ക് ജോലിയുണ്ട്. ആ, എനിക്കറിയാം. നീ ജോലി ചെയ്തോ. ആ, എനിക്കൊരു കത്ത് ടൈപ്പ് ചെയ്ത് തരൂ, ഞാൻ നോക്കിയോളാം. ഞാൻ ബിസിയാണെന്ന് പറഞ്ഞില്ലേ? കഷ്ടിച്ച് ഒരു പേജേ വരൂ, ഒരു പേജ്. ഒരു അത്യാവശ്യ കാര്യം, പ്ലീസ് പ്ലീസ്. ശരി, പറയ്. സർ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ സർ എന്ന് ഒരു മാത്രം വെറുതെ നനച്ചുപോയി സർ. രാത്രി മഴ പെയ്ത് തോർന്ന നേരം സർ, കുളിർക്കാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം സർ, കാതരയായൊരു പക്ഷിയൻ ജാലകവാതിലിൻ ചാരി ചിലച്ച നേരം സർ. ടൈപ്പ് ചെയ്തോ? ഒരു മാത്ര വെറുതെ സർ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ സർ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ബാക്കി ഞാൻ ഓഫീസിലേക്ക് വന്നിട്ട് പറയാം. ശരി, ആയിക്കോട്ടെ, ശരി. വല്യുഞ്ഞേ, ആ, എത്തി എന്റെ കെട്ടിയോള്. ഞാനിന്ന് പകല് വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ തോന്നി എനിക്ക്. എന്തിന്? ഈ മോതിരം അമ്മ കണ്ടിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കൂ ഞാൻ? കഴുകൻ കണ്ണുകളുമായിട്ട് ചുറ്റുക തൃച്ചംബരത്ത് 2-3 എണ്ണം. അവരുടെ കണ്ണ് വെട്ടിച്ച് ഈ മോതിരം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണി, ഇതങ്ങനെ വായിക്കാൻ പറ്റുന്ന രീതിയിലല്ല എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ടെൻഷൻ? അല്ല, ഏതെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ വെച്ച്. കല്യാണി, നിന്റെ കണ്ണുകളിൽ പ്രണയം ഉള്ളതുകൊണ്ട് നിനക്ക് മാത്രമേ അത് വായിക്കാൻ പറ്റൂ. എന്റെയും നിന്റെയും പ്രണയത്തിന്റെ അടയാളം അതാ ഈ മോതിരം. കഴിഞ്ഞ ദിവസവും ഈ കിളി ശബ്ദം ഉണ്ടാക്കിയില്ലേ? ആ, ഇതേ നമ്മുടെ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിക്കുന്നതാ. ആഹാ. പെയ്ത തീർന്നോ ഭാവനയിലെ വിരിഞ്ഞ രാത്രി മഴ? ആ, കഴിഞ്ഞു. ഞാനിത് മെയിൽ ചെയ്തിട്ടുണ്ട്. ആ, താങ്ക് യു. നിനക്കെന്താ പറ്റി? മുംതാസ് ദാ ഇപ്പൊ പുറത്തേക്ക് പോയി. ഷാജഹാൻ ദാ ഇവിടെ നിൽക്കുന്നു. ഷാജഹാനോ? നീയാ? അതെ, ഷാജഹാൻ ചക്രവർത്തി. ആ, നീ എന്താ വല്ല താജ്മഹലും പണിയാൻ പോവാണോ? ഇല്ല, അതിന് പകരം ഞാൻ സ്റ്റെല്ല മഹൽ പണിയും. യമുനയുടെ തീരത്തല്ല, ഈ തൃച്ചംബരത്തിന്റെ മുറ്റത്ത്. ആ, ബെസ്റ്റ്. എന്നിട്ട് സ്റ്റെല്ല എന്തെങ്കിലും പറഞ്ഞോ? നീ ഇവിടെ കല്യാണിയോടൊപ്പം പ്രണയം പങ്കിട്ടപ്പോ ഞാനിവിടെ എന്റെ കാതരമിഴി സ്റ്റെല്ലയോടൊപ്പം പ്രണയകാവ്യം രചിക്കുകയായിരുന്നു.
ഓക്കെ ഓക്കെ, നിന്റെ ഭാഷയൊക്കെ ഓക്കെ, പക്ഷേ എനിക്ക് തീരെ വിശ്വാസമില്ല. നിനക്ക് വിശ്വാസമില്ലേ? നിന്നെ വിശ്വസിപ്പിക്കാനുള്ള തെളിവുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നേ. സംശയം ഉണ്ടെങ്കിലേ ദേ അവൾ എനിക്ക് അയച്ച മെയിലൊന്ന് നോക്ക്. ഏയ് വേണ്ട മച്ചു. വേണം 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 വേണം. എടാ വേണ്ടെന്ന്. നോക്ക്. ഉം. എന്താടാ? ഏയ് ഇത് സ്റ്റെല്ല അയച്ച മെയില് തന്നെ അല്ലേ? ആ അതെ. ഒന്ന് വായിച്ചു നോക്ക്. സ്വന്തമായിട്ട് 2 വാക്ക് പോലും എഴുതാൻ അറിയാത്ത കാമുകൻ. കണ്ടവരെഴുതിയ സിനിമാ ഗാനങ്ങൾ കട്ടുമൂട്ടിച്ച് പ്രണയലേഖനം എഴുതിയിരിക്കുന്നു. കഷ്ടം. എടാ ഇതൊരു കഷ്ടമാണോ അതിന്റെ കാര്യം? കാലങ്ങ് തലേ കയറ്റി വെച്ചിരിക്കടി. ആന്റി ഇവിടെ ഇല്ല, അങ്കിളും ഇല്ല, ആനന്ദേട്ടനും ഇല്ല. അപ്പൊ പിന്നെ ഞാനങ്ങ്. ഓ അത് ശരി. അപ്പൊ അവരെ മാത്രമേ നിനക്ക് വിലയുള്ളൂ. അയ്യോ എന്നെ വിലയില്ലല്ലേ? മാറി നിക്ക്. ആ നമസ്കാരം മാഡം. നമസ്കാരം. ആരാ നിങ്ങള്? എന്താ ഉദ്ദേശം? ഞങ്ങൾ ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. ഞാൻ പ്രസിഡന്റ് CK നമ്പൂതിരി, ഇത് സെക്രട്ടറി വിജയമോഹൻ. എന്താ നിങ്ങൾ വന്നേ? കാര്യം പറയൂ. പറയാം മാഡം. അഖില മാഡം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഏറ്റെടുത്തിരുന്നു. ജ്യോതിഷപ്രകാരം നാളെ തൊട്ട് പണി തുടങ്ങണം. അതിന് അഖില മാഡത്തിനോട് അനുവാദം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ഓ അത് ശരി. അമ്പലം വിഴുങ്ങികളാ. അമ്പലത്തിന്റെ പേര് പറഞ്ഞ് കാശ് പിരിച്ച് വിഴുങ്ങാൻ നടക്കുന്നവര്. ഇങ്ങനെയാ തൃച്ചംബരത്തെ കാശൊക്കെ പോകുന്നത്. ഗംഗേ, ഇനി നീ വേണം അതൊക്കെ നോക്കാൻ. എനിക്ക് മനസ്സിലായി ആന്റി, ഞാൻ കൈകാര്യം ചെയ്തോളാം. അഖില മാഡം ഒരു കാര്യമേറ്റാൽ അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടറെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഓ, ക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് അങ്ങനെ ഒരു തട്ടിപ്പ്. പുനഃപ്രതിഷ്ഠ, കൊടിമരം, ശുദ്ധികലശം, അന്നദാനം, ഇങ്ങനെ ഓരോ പേരും പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഈ കാശെല്ലാം പിരിച്ച് പോക്കറ്റിലാക്കി അവരവരുടെ വീട്ടിലേക്കും പോകും. വന്നപ്പോ ഭഗവാന്റെ പേരിലാ കൂടുതൽ തട്ടിപ്പ്. കാണിക്ക വഞ്ചി പൊട്ടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി ഓരോരുത്തരുടെയും വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. മേലനങ്ങാതെ ജീവിക്കുന്ന വർഗം. എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളൊന്നും അത്തരക്കാരല്ല. അഖില മേഡത്തിനും ശിവരാമകൃഷ്ണൻ സാറിനും ഞങ്ങളെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാം. അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ വക കാലണ പോലും ഞങ്ങൾ ആരും എടുക്കാറില്ല. അമ്പലത്തിന്റെ പേര് പറഞ്ഞ അഖിലാന്റിയെ പറ്റിക്കാന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ആന്റി ആ കാര്യത്തിന് പണം വാരി എറിയും.
ശരി ശരി, ഏതായാലും ആന്റി ഇവിടെ ഇല്ല, നിങ്ങൾ പോവാൻ നോക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി സ്ഥലം വിട്. പോകാൻ വരട്ടെ. എല്ലാം ഞാൻ കേട്ടു. ക്ഷേത്രകാര്യങ്ങൾക്ക് മുടക്കം വരാൻ പാടില്ല. ജ്യോതിഷപ്രകാരം നാളെയല്ലേ കർമ്മങ്ങൾ തുടങ്ങേണ്ടത്? അതിന് വീഴ്ച വരുത്തണ്ട. നിങ്ങൾ പോയി പണി തുടങ്ങിക്കോളൂ. അഖില മേഡം വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ധൈര്യമായി തുടങ്ങിക്കോളൂ. എന്താ ഇങ്ങനെ നോക്കണേ? അഖില മേഡം പറയുന്നത് പോലെയാണെന്ന് അങ്ങ് കരുതിയാ മതി. പറഞ്ഞ വാക്ക് മാഡം പാലിച്ചിരിക്കും. തുടങ്ങാൻ ആവേശം മതി, പക്ഷേ തുടരാൻ ആത്മബോധവും അർപ്പണബോധവും ലക്ഷ്യബോധവും എപ്പോഴും ഉണ്ടാവണം. അഖില മേഡത്തിനെ പോലെ തന്നെ സന്തോഷമായി. മുകളിൽ നിന്ന് വരുന്നത് കണ്ടപ്പോഴേ ആശ്വാസമായി. അഖില മേഡം വരുന്നത് പോലെ തന്നെ. അഖില മേഡത്തിന്റെ മൂത്ത മരുമകളായി തൃച്ചംബരത്ത് വാഴിച്ചിരിക്കുന്നത് ഇത്ര നല്ലവളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അന്തസ്സുള്ള പെരുമാറ്റം, അത് മതി അഖില മേഡത്തിന്റെ മരുമകളാകാൻ. ഞങ്ങൾക്ക് സന്തോഷമായി. ഏയ് നിർത്ത് നിർത്ത് നിർത്ത്. എടോ അമ്പലം വിഴുങ്ങികളെ, ഇവിടുത്തെ മൂത്ത മരുമകളൊന്നും അല്ല. ദേ ഈ നിൽക്കുന്നതാ ഇവിടുത്തെ മൂത്ത മരുമകൾ. ഇവിടുത്തെ വെറും വേലക്കാരിയാ. എച്ചിൽ പാത്രം കഴുകുന്നവള്. ഇളയമ്മേ, ഹലോ. ആ ഇളയമ്മേ, കല്യാണി ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല. സത്യത്തിലേ കല്യാണി ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. എന്തറിയാൻ, ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറയുമായിരിക്കും, അല്ലാതെന്ത്. അയ്യോ, ബ്രാൻഡ് അംബാസിഡറൊക്കെ പണ്ട്. ഇത് തൃച്ചംബരത്തെ സർവ്വ അധികാരങ്ങളുള്ള മൂത്ത മരുമകളാ എൻ്റെ ഏട്ടത്തിയമ്മ. ആ അതെ, അമ്മ പറയേണ്ട വാക്കുകളാണ് കല്യാണി പറഞ്ഞിരിക്കുന്നത്. അമ്മ വരുമ്പോ ഞാനും കൂടി പറഞ്ഞോളാം. പണി തീരുമാനിച്ചുറപ്പിച്ച ദിവസം തന്നെ തുടങ്ങട്ടെ. ഞങ്ങളുടെ മാനേജർ അങ്ങോട്ട് വന്നോളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തിരുമേനി, ഭൂതനാഥന്റെ കാര്യത്തിന് ഒരു തടസ്സവും വരില്ലെന്ന്. വലിയ സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എളമേ,
എന്നാ പോയിക്കോട്ടെ